കോട്ടപ്പുറം മാർക്കറ്റിലെ പുരാതനമായ വിശുദ്ധ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായെന്ന് വിശ്വസിക്കുന്ന മുസ്രിസ് സെന്റ് തോമസ് കപ്പേളയിൽ നടന്ന വിശുദ്ധ തോമസിന്റെ തിരുനാളും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷവും പ്രൗഢഗംഭീരമായി. ഇതോടനുബന്ധിച്ച് മുസ്രിസ് സെന്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നടന്നു. രൂപതയിലെ വൈദികരും സന്യസ്ത വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി. കോട്ടപ്പുറം രൂപത വാർഷിക പദ്ധതിയുടെയും യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിസ് ബാൻഡിന്റെ കവർ സോങ്ങിന്റെയും പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. ഊട്ടുനേർച്ച ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആശീർവദിച്ചു. ആയിരങ്ങൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് LP സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മുസ്രിസ് സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടന്ന പ്രവേശന പ്രദക്ഷിണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനൊപ്പം രൂപതാ ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരന്നു. 1987 ജൂലൈ 3 തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ദിനത്തിലാണ് ക്വേ ആപ്തിയൂസ് എന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുവെഴുത്ത് വഴി കോട്ടപ്പുറം രൂപത സ്ഥാപിതമാകുന്നതും റൊമാനി എത് പൊന്തിഫിച്ചസ് എന്ന അപ്പസ്തോലിക എഴുത്തുവഴി മോൺസന്യൂർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനാകുന്നതും. കോട്ടപ്പുറം രൂപതയുടെ മധ്യസ്ഥൻ വിശുദ്ധ തോമസ് അപ്പസ്തോലനാണ്.